നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഇ.ടി. ടൈസൺ മത്സരിക്കും. കയ്പമംഗലത്ത് 2 ടേം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ഇ.ടി. ടൈസൺ പറവൂരിലേക്ക് മാറുന്നത്. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പള്ളികളിൽ പ്രതിഷേധ സർക്കുലർ ഇറക്കി കേരള കത്തോലിക്ക മെത്രാൻ സമിതി. ലഹരി തടയാൻ അധികാരപ്പെട്ടവർ തന്നെ അത് യഥേഷ്ടം വ്യാപിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയാണെന്നും KCBC. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം മാർച്ച് 30-നുള്ളിൽ പൂർത്തിയാക്കുമെന്ന് KSTP ഹൈക്കോടതിയിൽ. കരുപ്പടന മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ടാറിംഗ് നിർമ്മാണം വേറെ കോൺട്രാക്ടർ നടത്തുമെന്നും KSTP. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഇ.ടി. ടൈസൺ മത്സരിക്കും. നിലവിൽ കയ്പമംഗലം MLA ആയ ടൈസനെ സതീശന്റെ വിജയ തുടർച്ചയ്ക്ക് തടയിടാനാണ് CPIM രംഗത്തിറക്കുന്നത്. കയ്പമംഗലത്ത് 2 ടേം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ഇ.ടി. ടൈസൺ പറവൂരിലേക്ക് മാറുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഇ.ടി. ടൈസൺ മത്സരിക്കും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ടൈസൺ മാസ്റ്ററെ സ്ഥാനാർത്ഥിയാക്കാൻ ധാരണയായത്. നിലവിൽ കയ്പമംഗലം MLA ആയ ടൈസനെ ശക്തനായ എതിരാളിയാക്കി തന്നെ സതീശന്റെ വിജയത്തുടർച്ചയ്ക്ക് തടയിടാനാണ് ഇടതുമുന്നണി നേതൃത്വം ലക്ഷ്യമിടുന്നത്. ജില്ലാ നേതൃത്വം തയ്യാറാക്കിയ സാധ്യതാ പട്ടികയിൽ ഇ.ടി. ടൈസന്റെ പേരുണ്ടായിരുന്നില്ല. എറണാകുളം CPI മുൻ ജില്ലാ സെക്രട്ടറി KM ദിനകരൻ, സംസ്ഥാന കൗൺസിൽ അംഗം കമലാ സദാനന്ദൻ, ജില്ലാ കൗൺസിൽ അംഗം KB അറുമുഖൻ എന്നിവരുടെ പേരുകളായിരുന്നു പട്ടികയിൽ ഉണ്ടായിരുന്നത്. സാധ്യതാ പട്ടിക ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിനിടെ AIYF നേതാവ് ബിപിൻ ദിനകരനെ പരിഗണിക്കണമെന്ന അഭിപ്രായവും ഉയർന്നിരുന്നു. എന്നാൽ ഇതെല്ലാം തള്ളിയാണ് ഇ.ടി. ടൈസണിലേക്ക് CPI എത്തിയത്. കാൽനൂറ്റാണ്ടിനപ്പുറം പറവൂരിലെ MLA ആയ സതീശനെ തറയ്ക്കാൻ ടൈസന് സാധിക്കുമെന്നാണ് CPIയുടെ പ്രതീക്ഷ. 2001-ൽ ആദ്യമായി നിയമസഭയിലെത്തിയ സതീശൻ തുടർച്ചയായ 6ാം ജയമാണ് ഇക്കുറി ലക്ഷ്യമിടുന്നത്. CPIയിലെ MT നിക്സനെയാണ് കഴിഞ്ഞ തവണ സതീശൻ പരാജയപ്പെടുത്തിയത്. 21,301 വോട്ടുകൾക്കായിരുന്നു 2021-ലെ വി.ഡി. സതീശന്റെ വിജയം. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മദ്യലഹരി വിരുദ്ധ ഞായർ ആചരണത്തിന്റെ ഭാഗമായി KCBC പള്ളികളിൽ സർക്കുലർ വായിച്ചു. മദ്യശാലകളുടെ പെരും പ്രളയത്തിലാണ് സംസ്ഥാനമെന്ന് വിമർശിക്കുന്ന സർക്കുലറിൽ സർക്കാരിനെ രൂക്ഷ വിമർശനം ഉയർത്തുന്നു. 2ാം ഇടത് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മദ്യശാലകളുടെ പെരും പ്രളയത്തിലാണ് സംസ്ഥാനമെന്ന് സർക്കുലറിൽ വിമർശിച്ചു. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളം മദ്യശാലകളുടെ പ്രളയത്തിലായെന്ന് കുറ്റപ്പെടുത്തിയ സർക്കുലർ ലഹരിക്കെതിരെ ആർജവമുള്ള ഭരണ സംവിധാനം വേണമെന്നും ആവശ്യപ്പെട്ടു. 2016-ൽ LDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ സംസ്ഥാനത്ത് വെറും 29 ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിലത് 1000-ലേറെയായി വർദ്ധിച്ചുവെന്ന് KCBC ചൂണ്ടിക്കാട്ടി. മദ്യവും മറ്റു മാരക ലഹരി വസ്തുക്കളും വീടുകളിലേക്ക് വരെ എത്തുന്ന സാഹചര്യമുണ്ട്. ലഹരി തടയാൻ അധികാരപ്പെട്ടവർ തന്നെ അത് യഥേഷ്ടം വ്യാപിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയാണെന്നും KCBC ആരോപിച്ചു. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി സർക്കാർ നടത്തുന്ന മീറ്റിംഗുകൾ വെറും പ്രഹസനമായി മാറുകയാണ്. ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചതടക്കമുള്ള തീരുമാനങ്ങൾ ഇതിന് തെളിവാണെന്നും സർക്കുലറിൽ പറയുന്നു. മീഡിയ ടൈം, കൊച്ചി. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം മാർച്ച് 30-നുള്ളിൽ പൂർത്തിയാക്കുമെന്ന് KSTP ഹൈക്കോടതിയിൽ. കരുപ്പടന മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ടാറിംഗ് നിർമ്മാണം വേറെ കോൺട്രാക്ടർ നടത്തുമെന്നും ദ്രുതഗതിയിൽ അനുബന്ധ നടപടികൾ നടക്കുകയാണെന്നും KSTP വ്യക്തമാക്കിയത്. നിർമ്മാണം നീളുന്നതിനെതിരെ സോഷ്യൽ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് പ്രവർത്തകരാണ് ഹർജി നൽകിയിരിക്കുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കരുപ്പടന മുതൽ കൂർക്കഞ്ചേരി വരെയുള്ള നിർമ്മാണം മാർച്ച് 30-നുള്ളിൽ പൂർത്തിയാക്കുമെന്ന് KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഉറപ്പു നൽകി. കരുപ്പടന മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ടാറിംഗ് നിർമ്മാണം വേറെ കോൺട്രാക്ടർ നടത്തുമെന്നും ദ്രുതഗതിയിൽ അനുബന്ധ നടപടികൾ നടക്കുകയാണെന്നാണ് KSTP വ്യക്തമാക്കിയത്. എന്നാൽ റോഡിന്റെ ഗുണനിലവാരവും ഇതുവരെയുള്ള വർക്കിന്റെ റിപ്പോർട്ടും സമർപ്പിക്കാൻ ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള ചീഫ് ടെക്നിക്കൽ എക്സാമിനറെ ചുമതലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് കോടതിയിൽ ഇടക്കാല ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. സമയബന്ധിതമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ 6 പ്രാവശ്യം KSTPക്ക് നോട്ടീസ് അയച്ചതായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
ഫെബ്രുവരി 28-നുള്ളിൽ ഈ വർക്ക് പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നേരത്തെ ഹൈക്കോടതി KSTP പ്രോജക്ട് ഡയറക്ടർക്ക് ഉത്തരവ് നൽകിയ സാഹചര്യത്തിലാണ് 1 മാസം കൂടി വേണമെന്ന് KSTP ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോഷ്യൽ മൂവ്മെന്റ് ഫോർ ജസ്റ്റിസ് പ്രവർത്തകരായ PA സീതി മാസ്റ്റർ, PA കരുണാകരൻ എന്നിവരാണ് ഹർജി സമർപ്പിച്ചത്. മീഡിയ ടൈം, കൊച്ചി. 48 വർഷത്തിന് ശേഷം ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിൽ പെൺതിളക്കം. കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ MU ഷിനിജയിലൂടെയാണ് ഭരണസമിതിയിൽ വീണ്ടും വനിതാ പ്രവേശനം സാധ്യമാകുന്നത്. 1978-ൽ ചട്ടം ഭേദഗതി ചെയ്ത ശേഷം വനിതകൾ ഭരണസമിതിയിൽ എത്തിയിട്ടില്ല. 2 വർഷമാണ് ഭരണസമിതി കാലാവധി. അരനൂറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിന് വിരാമം കുറിച്ച് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലേക്ക് വനിതാ അംഗം. കൊടുങ്ങല്ലൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ MU ഷിനിജയിലൂടെയാണ് ഭരണസമിതിയിൽ വീണ്ടും വനിതാ പ്രവേശനം സാധ്യമാകുന്നത്. 1978-ൽ ഭേദഗതി ചെയ്ത ഇപ്പോൾ നിലവിലുള്ള ഗുരുവായൂർ ദേവസ്വം ചട്ടം അനുസരിച്ച് രൂപവൽക്കരിച്ച ഒരു ഭരണസമിതിയിലും ഇതുവരെ വനിതാംഗം ഉണ്ടായിട്ടില്ല. 1971-ൽ ഗുരുവായൂർ ക്ഷേത്രഭരണം സർക്കാർ ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ ഭരണസമിതികളിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. സാഹിത്യകാരി N ബാലാമണിയമ്മ, ദേവകിയമ്മ എന്നിവർ ആദ്യകാലത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ 1978-ൽ ചട്ടം ഭേദഗതി ചെയ്ത ശേഷം വനിതകൾ ഭരണസമിതിയിൽ എത്തിയിട്ടില്ല. 3 പാരമ്പര്യ അംഗങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഹിന്ദു മന്ത്രിമാർ ചേർന്ന് നാമനിർദ്ദേശം ചെയ്യുന്ന 6 അംഗങ്ങളും ഉൾപ്പെട്ടതാണ് ഭരണസമിതി. 2 വർഷമാണ് കാലാവധി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയിൽ വനിതകൾ പലപ്പോഴും എത്തിയിട്ടുണ്ടെങ്കിലും ഭരണസമിതി അംഗമായി എത്തുന്നത് ഇതാദ്യമായാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിലാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിൽ സ്ത്രീ പ്രവേശനം ഉണ്ടാകുന്നതെന്നത് പ്രത്യേകതയായി. CPIയുടെ പ്രതിനിധിയായാണ് ഷിനിജ ഭരണസമിതിയിൽ എത്തുന്നത്. മീഡിയ ടൈം, ഗുരുവായൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ദേശീയപാത 66 നാട്ടിക സെന്ററിനടുത്ത് സ്കൂട്ടറും പിക്കപ്പ് വാഹനവും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ കയ്പമംഗലം സ്വദേശി മരിച്ചു. ചളിങ്ങാട് കൂനിപ്പറമ്പ് സ്വദേശി പട്ടത്ത് രാമകൃഷ്ണന്റെ മകൻ ഷിജുവാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ആലപ്പുഴയിൽ ജോലിക്ക് പോകാനായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു ഇദ്ദേഹം. തെക്ക് ഭാഗത്തു നിന്നും വന്നിരുന്ന പിക്കപ്പുമായാണ് സ്കൂട്ടർ കൂട്ടിയിടിച്ചതെന്ന് പറയുന്നു. ഉടൻ തന്നെ ഇദ്ദേഹത്തെ വലപ്പാട് ദയ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വലപ്പാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അന്നമനട പഞ്ചായത്തിലെ പൂവത്തുശ്ശേരി കനാൽ കല്ലുപറമ്പിൽ റോഡ് ഉദ്ഘാടനം നടന്നു. 6.8 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം VR സുനിൽകുമാർ MLA നിർവഹിച്ചു. ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് എല്ലാ മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക, റോഡുകളുടെ കാര്യങ്ങളിലും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളിലും നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് സുരേഷിൻ്റെ ഒരു പ്രത്യേകത. നിരന്തരമായിട്ട് തന്നെയാണ് ഒരു റോഡുകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. വളരെ സമ്മർദ്ദങ്ങളോടുകൂടി തന്നെ ഇത് നേടിയെടുക്കുക എന്നുള്ള ഒരു നല്ല ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത്. ജനങ്ങളോടുള്ളൊരു പ്രതിബദ്ധത തന്നെയാണ് നമ്മളതിലൂടെ കാണേണ്ടതായത്. അക്കാര്യത്തിൽ നല്ലൊരു മുൻ മെമ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രസീത മെമ്പർ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം കൂടിയായിട്ടാണ് ഞാനതിനെ പറയാൻ ആഗ്രഹിക്കുന്നത്. വാർഡംഗം പ്രസീത മുരളി അധ്യക്ഷയായി. KA ബൈജു, PV വിനോദ്, TV സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാള അൽ അസ്ഹർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇഫ്താർ മീറ്റ് സ്കൂൾ ക്യാമ്പസിൽ നടന്നു. ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് പുലവത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റവും ഔത്കൃഷ്ടവും വൈശിഷ്ട്യവും മഹത്വവും അർഹിക്കുന്നത് മനുഷ്യനാണ്. ഇതാണ് മൂന്നാമതായി മനുഷ്യരെ സംബന്ധിച്ച് കൂടാൻ നടക്കുന്ന നിരീക്ഷണം. അപ്പൊ ആദ്യത്തേത് മനുഷ്യനിലെ നാനാത്വമാണ്, രണ്ടാമത്തത് മനുഷ്യനിലെ ഏകത്വമാണ്, മൂന്നാമത്തത് മനുഷ്യ സമൂഹത്തിന്റെ മഹത്വമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ദൈവത്താൽ ആദരിക്കപ്പെട്ട മനുഷ്യൻ ഈ മനുഷ്യ സമൂഹത്തെ മനുഷ്യൻ ആദരിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ ഗൗരവതരമായി ചിന്തിക്കുന്നത്. സെക്രട്ടറി ജലീൽ മാള, PK സാദിഖ്,
സലാഹുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ തദ്ദേശ ജനപ്രതിനിധികൾ, സാംസ്കാരിക നേതാക്കൾ, മഹൽ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാത്തിരിപ്പിനൊടുവിൽ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ കരിങ്ങോൾച്ചിറയിലെ സ്ലൂയിസ് നിർമ്മാണ ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. മാർച്ച് 10 ജലവിഭവം വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ മാളയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1.23 കോടി രൂപ, 1.25 കോടി രൂപയിൽ താഴെയായിട്ടാണ് ചെലവഴിച്ചുകൊണ്ട് പദ്ധതിയാണ് നമ്മൾ ഇപ്പോൾ അതിൻ്റെ എഗ്രിമെൻ്റ് വെച്ചുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടക്കുകയാണ്. 10-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഓൺലൈനായിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഒപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മുഖ്യാതിഥിയായിട്ട് മേരി തോമസ് പങ്കെടുക്കും. അതുപോലെ തന്നെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂരിൻ്റെ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും. വെള്ളാങ്ങല്ലൂർ മാള ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ, വേളുക്കര അതുപോലെ തന്നെ മാള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ അടക്കം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. VR സുനിൽകുമാർ MLA അധ്യക്ഷനാകും. പൂർണ്ണമായും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളാണ് പദ്ധതിക്കായി തുക ചെലവഴിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപയും മാള, വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തുകൾ 10 ലക്ഷം രൂപയും, വേളൂക്കര, മാള ഗ്രാമപഞ്ചായത്തുകൾ 25 ലക്ഷം രൂപയും, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് 28,72,000 രൂപയും പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ട്. 1,24 ലക്ഷത്തോളം രൂപ ആകെ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN രാജേഷ്, CN പ്രദീപ്, ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കോണത്തുകുന്ന് ഡിവിഷൻ അംഗം അയൂബ് കരുപ്പടന തന്റെ ബ്ലോക്ക് ഡിവിഷനിലെ 5 വാർഡുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്ന ഹൃദയപൂർവ്വം പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പർ അയൂബ് കരുപ്പടന അധ്യക്ഷനായി. ത്രിതല പഞ്ചായത്ത്, സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യക്തികൾ എന്നിവരുടെ സഹായത്തോടെ ഡിവിഷനിലെ എല്ലാ ഭിന്നശേഷിക്കാർക്ക് സഹായോപകരണങ്ങൾ, സ്വന്തമായി വരുമാനം ലഭിക്കുന്ന തൊഴിൽ സഹായം എന്നിവ നൽകുന്നതാണ് പദ്ധതി. ആദ്യ സഹായോപകരണം കരുപ്പടനയിലെ ഇരുകാലുകളും ജന്മനാ തളർന്ന 38 വയസ്സുള്ള പള്ളിപ്പറമ്പിൽ ഫൈസലിന് പ്രവാസി വ്യവസായി സ്പോൺസർ ചെയ്ത ആധുനിക ഇലക്ട്രിക് വീൽ ചെയർ നൽകി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുലേഖ അബ്ദുള്ളക്കുട്ടി, പഞ്ചായത്ത് അംഗങ്ങൾ AA മുസമിൽ, പ്രീതി രാജശേഖരൻ, ഹൃദയപൂർവ്വം പ്രോഗ്രാം കോർഡിനേറ്റർ ഷുക്കൂർ ഇടപ്പുള്ളി, MH ബഷീർ, ഫസൽ പുത്തൻകാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ കൊടുങ്ങല്ലൂർ ടൗൺ യൂണിറ്റിന്റെ 25ാം റംളാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷന്റെ പ്രഥമ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഡോക്ടർ M ഉസ്മാൻ നിർവഹിച്ചു. PA സീതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി NA ഗുലാം മുഹമ്മദ് മുഖ്യപ്രഭാഷണവും മഞ്ഞന മഹൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് AM അബ്ദുൽ ജബ്ബാർ ആമുഖ പ്രഭാഷണവും അംജാദ് കാട്ടകത്ത് പ്രഥമ റംളാൻ കിറ്റ് വിതരണവും നിർവഹിച്ചു. KA ഇസ്മായിൽ, EA മുഹമ്മദ് ഉസ്മാൻ, ഉമേറ അംജാദ് കാട്ടകത്ത് MM സക്കറിയ, ES സിറാജ്, MA ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. കലാഭവൻ മണി സാംസ്കാരിക കേന്ദ്രത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളെല്ലാം നാടിന് ആവശ്യമെന്നും വാക്കുപോരുകൾ അവസാനിപ്പിച്ച് സാംസ്കാരിക കേന്ദ്രം നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടി സംഘടിപ്പിച്ച കലാഭവൻ മണി അനുസ്മരണ സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു. കൂടപ്പുഴ അജന്ത ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. നഗരസഭ പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി മുഖ്യാതിഥിയായി. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കലാഭവൻ ജോബി, പാറക്കടവ് പഞ്ചായത്ത് അംഗം ഗായകൻ സജിത്ത് മാമ്പ്ര, ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാക്കളായ മനോജ് കലിക്കക്കുന്ന്, TP വിജു തുടങ്ങിയവരെ ആദരിച്ചു. വാർഡ് കൗൺസിലർ ഉഷ പരമേശ്വരൻ, കൂടപ്പുഴ അജിത ക്ലബ്ബ് പ്രസിഡന്റ് മധു ചിറക്കൽ, സെക്രട്ടറി TP രാജു തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കുന്ന ഇഫ്താർ സംഗമം മാർച്ച് 9 വൈകിട്ട് 4:30 വ്യാപാര ഭവൻ ഹാളിൽ നടത്തും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ IAS ഉദ്ഘാടനം നിർവഹിക്കും. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യാതിഥിയായിരിക്കും. പ്രസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേശ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിക്കും. നഗരസഭാ അധ്യക്ഷ ആലി ഷിബു മുഖ്യപ്രഭാഷണം നടത്തും. ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ, ടൗൺ ജുമാ മസ്ജിദ് ജിമാം KS ഹുസൈൻ ഷാജി, സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും.
സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരുടെ വിശിഷ്ട സാന്നിധ്യം ഉണ്ടാകുമെന്നും പ്രസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, സെക്രട്ടറി സുനിൽ സരോവരം, രക്ഷാധികാരി MS സദാനന്ദൻ, വൈസ് പ്രസിഡന്റ് ലിക്സൺ വർഗീസ്, ജോയിന്റ് സെക്രട്ടറി ലിജോയ് കെ ജോയ്, PA ഫൈസൽ, KB ബിനീഷ് തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂർ മണ്ഡലത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ET ടൈസൺ മത്സരിക്കും. കയ്പമംഗലത്ത് 2 ടേം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ET ടൈസൺ പറവൂരിലേക്ക് മാറുന്നത്. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പള്ളികളിൽ പ്രതിഷേധ സർക്കുലർ ഇറക്കി കേരള കത്തോലിക്ക മെത്രാൻ സമിതി. ലഹരി തടയാൻ അധികാരപ്പെട്ടവർ തന്നെ അത് യഥേഷ്ടം വ്യാപിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയാണെന്നും KCBC. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം മാർച്ച് 30-നുള്ളിൽ പൂർത്തിയാക്കുമെന്ന് KSTP ഹൈക്കോടതിയിൽ. കരുപ്പടന മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ടാറിംഗ് നിർമ്മാണം വേറെ കോൺട്രാക്ടർ നടത്തുമെന്നും KSTP. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.